Hello all. Today we will discuss in this session about the concept of growth and development. Here we will go through the definitions of growth, the definition of development, the characteristics of growth as well as development, and then what are the factors affecting development. Let's see what is growth. We have already discussed in our live session about growth and development, the concept of growth and development. And from that discussion, it's very clear that growth is the structural and physiological change. The structural and physiological changes that occur in an organism is known to be growth. And this is the definition given by Crow and Crow. And we can say that growth is simply the multiplication of cells. നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോത്ത് എന്താണ് എന്നുള്ളതിനുള്ള ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടി വളരും തോറും, അതായത് അവൻ്റെ പ്രായം കൂടുന്തോറും അവൻ്റെ ഫിംഗേഴ്സിൻ്റെ നീളം കൂടും, അവൻ്റെ ലെങ്ത് കൂടും, അതേപോലെ വണ്ണം കൂടും, അവൻ്റെ വിരലുകളുടെ തിക്നെസ് കൂടും, ശരീരത്തിലെ അവയവങ്ങൾ വളരും. ഇങ്ങനെയുള്ള സെൽ ഡിവിഷനിലൂടെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസിലൂടെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the second terminology is development. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എലിസബത്ത് ഹാർലോക്കിൻ്റെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻറ്റ് ഇസ് പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. ഒരു ഓർഗാനിസത്തിൻ്റെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് നമ്മൾ പറയുന്നൊരു വേർഡാണ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന സീരീസ് ഓഫ് ചേഞ്ചസ്, പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ്, അത് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ആൻ ഓർഡർലി പാറ്റേൺ. കൃത്യമായ ഒരു ഓർഡറിൽ, ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത് എന്നാണ് എലിസബത്ത് ഹാർലോക്കിൻ്റെ അഭിപ്രായം. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് a functional change that is occurring in a predictable manner. According to Crow and Crow ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുന്നത് it is growth as well as the changes in behavior എന്നാണ് Crow പറയുന്നത്. അതായത് നമ്മളുടെ വളർച്ച, സെൽ ഡിവിഷൻ മൂലമുണ്ടാകുന്ന വളർച്ചയും അതിനോടൊപ്പം തന്നെ വ്യക്തിയുടെ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും. ആ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ സ്റ്റിമുലേഷനാണ് എന്നാണ് Crow പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു Crow ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ദോസ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം which occur as a result of environmental സ്റ്റിമുലേഷൻ എന്നാണ് Crow പറയുന്നത്. അക്കോർഡിംഗ് ടു എലിസബത്ത് ഹാർലോക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റാണ്. എലിസബത്ത് ഹാർലോക്കിൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് പറയുന്നത്. ദ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ്, കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഓർഡർലി predictable pattern as a result of maturation and experience. This maturation is occurring physically and the experience is from the environment. അപ്പോൾ both physiological and environmental factors are there in development എന്നുള്ളതാണ് എലിസബത്ത് ഹാർലോക്ക് പറഞ്ഞു വെക്കുന്നത്. Then what are the characteristics of growth? നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ഉദാഹരണം കൂടി. അതായത് കുട്ടി വളരുന്നതിനനുസരിച്ച് കുട്ടിയുടെ എബിലിറ്റീസും എന്ത് ചെയ്യാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞു കുട്ടിയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വിരലുകളുടെ നീളം കൂടും, വിരലുകളുടെ വണ്ണം കൂടും. അതാണ് ഗ്രോത്ത് എന്ന് പറയുന്ന ആശയത്തിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ വിരലുകൾക്ക് നീളം വയ്ക്കുകയും വണ്ണം വയ്ക്കുകയും ചെയ്യുന്നതിനൊപ്പം കുട്ടി എന്ത് ചെയ്യുന്നു, ആ വിരലുകൾ ഉപയോഗിക്കുന്നതിലുള്ള അവൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു സ്വാധീനം അത് കൂടും. അതേപോലെ അവൻ്റെ സ്പീഡ് കൂടും, പ്രിസിഷൻ കൂടും. ഇതൊക്കെ നമുക്ക്, അതായത് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മളൊരു കളിപ്പാട്ടം കൊണ്ടുപോകണം. ഒരു 4 to 5 months ഉള്ള ഒരു കുട്ടിയുടെ അടുത്തേക്ക് നമ്മളൊരു കളിപ്പാട്ടം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ കളിപ്പാട്ടത്തെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുട്ടി 2 കൈയും കൊണ്ടായിരിക്കും
ഒരു കളിപ്പാട്ടത്തെ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ, കുട്ടിയുടെ ഫീഡിങ് ബോട്ടിൽ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 2 കൈ കൊണ്ടുമായിരിക്കും കുട്ടി അതിനെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലും ചെറിയ കുഞ്ഞാണെങ്കിൽ ഹോൾ ബോഡി ഒരു കാര്യത്തെ ഗ്രാസ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ശരീരം മൊത്തം എടുത്തിട്ടാണ്, കൈയും കാലും എല്ലാം എടുത്തിട്ടാണ് ഒരു പിന്നെ വസ്തുവിനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുക, തീരെ ചെറിയ കുഞ്ഞ്. അതേസമയം ഒരു 4-5 മാസം ആകുമ്പോഴേക്കും കുഞ്ഞ് 2 കൈ കൊണ്ട് പിടിക്കുന്നതായിട്ട് കാണാം. പക്ഷേ മുതിർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കൈ വേണം ഒരു ഫീഡിംഗ് ബോട്ടിൽ പിടിക്കാനായിട്ട്. നമുക്കൊരു കൈ തന്നെ ധാരാളമാണ്. വേണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ 2 വിരൽ കൊണ്ട് ആ ഒരു ഫീഡിംഗ് ബോട്ടിലിനെ പിടിക്കും. അപ്പോൾ വളരുന്നതിനനുസരിച്ച് വിരലുകളുടെ നീളവും വണ്ണവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഗ്രോത്ത് സംഭവിക്കുന്നതിനൊപ്പം തന്നെ ആ വിരലുകൾ പ്രയോഗിക്കാനുള്ള, വസ്തുക്കളെ പിടിക്കുക എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പിടിക്കുവാനുള്ള നമ്മളുടെ ഈസ് കൂടുകയാണ്, നമ്മളുടെ സ്പീഡ് കൂടുകയാണ്, നമ്മളുടെ പ്രിസിഷൻ കൂടുകയാണ്. നമ്മൾ വളരെ സ്പെസിഫിക്കായി ഒരു കാര്യത്തെ മിനിമം മസിൽസ് ഉപയോഗിച്ചുകൊണ്ട് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്തിനൊപ്പം തന്നെ നമ്മളുടെ എബിലിറ്റീസും കൂടി വികസിക്കുന്നതിനെയാണ് നമ്മൾ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഡിസ്കഷനിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച്. അത് നമ്മളുടെ ക്രോ ആൻഡ് ക്രോൻ്റെ ഡെഫിനിഷനിൽ നിന്നും ക്ലിയറാണ്. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച്, സ്ട്രക്ചറിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഒബ്സർവബിൾ. നമുക്ക് കാണാനായിട്ട്, നേരിട്ട് ഡയറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, നമ്മൾ ഇഷ്ടിക കെട്ടി വീടങ്ങോട്ട് കെട്ടിപ്പൊക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറുന്നു എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ബൈ അസ്. അതേപോലെ സെൽ ഡിവിഷൻ വഴി സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ. ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈസ് ഓൾവേസ് മെഷറബിൾ. ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് മെഷറബിളുമാണ്. സോ ഗ്രോത്ത് ഈസ് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ, ഹെൻസ് ഇറ്റ് ഈസ് മെഷറബിൾ. മെഷറബിൾ ആയിട്ടുള്ള ഏത് കാര്യവും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ എ നമ്പർ. അപ്പോൾ മെഷറബിൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ ഡിവിഷനാണ്, സ്ട്രക്ചറൽ ചേഞ്ചാണ്. ബട്ട് ഇറ്റ് സ്റ്റോപ്സ് അറ്റ് മെച്യൂരിറ്റി. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് അല്ല. ഒരു മെച്യൂറേഷൻ ലെവലെത്തുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് ദ റേറ്റ് ഈസ് നോട്ട് യൂണിഫോം. റേറ്റ് ഈസ് നോട്ട് യൂണിഫോം എന്ന് പറയുമ്പോൾ റേറ്റ് നമ്മൾ 2 കാര്യങ്ങളിലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള സെൽ ഡിവിഷൻ അല്ല, കുട്ടി കുറച്ചുകൂടെ മുതിർന്ന് വരുമ്പോഴുള്ള സെൽ ഡിവിഷൻ. അതായത് ചെറിയ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിരിക്കും. പക്ഷേ കാലക്രമേണ ചെല്ലും തോറും എന്ത് ചെയ്യും, ഇതിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. അതാണ് റേറ്റ് ഈസ് നോട്ട് യൂണിഫോം എന്നുള്ള ആദ്യത്തെ പോയിൻറ്റ്. റേറ്റ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ടേംസ് ഓഫ് period of life. അതായത് during the early periods of life the process is more rapid and later it gradually slows down. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ ഇൻഡിവിജ്വൽസ്. ഒരാളിൽ നടക്കുന്നത് പോലെയല്ല മറ്റൊരാളിൽ നടക്കുക. ഒരു വ്യക്തിയിലുണ്ടാകുന്ന സെൽ ഡിവിഷൻ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയിൽ. ഒരാൾക്കുണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ച് അല്ല മറ്റൊരാൾക്ക്. ഒരാൾക്ക് വയ്ക്കുന്ന നീളമല്ല മറ്റൊരാൾക്ക് വയ്ക്കുന്ന നീളം. സോ ഇറ്റ്സ് നോട്ട് യൂണിഫോം ഇൻ ഓൾ ഇൻഡിവിജ്വൽസ്. ദെൻ ഇറ്റ്സ് നോട്ട് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർക്കണം. ബട്ട് ഇറ്റ് ഇറ്റ് ഫോളോസ് എ ഡെഫിനറ്റ് സീക്വൻസ്. ഒരേപോലെ എല്ലാ വ്യക്തിയിലെങ്കിലും ആ ഗ്രോത്തിനൊരു സീക്വൻസ് ഉണ്ട്, ആ വളർച്ചയ്ക്ക് ഒരു സീക്വൻസ് ഉണ്ട്. അത് ആ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ആ ഒരു സീക്വൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിലെ ആ ഒരു സീക്വൻസ്. ഇത്ര വയസ്സാകുമ്പോൾ നമ്മൾ പല്ല് പറയുന്ന കാര്യം തന്നെ ആലോചിക്കാം. നമ്മൾക്ക് നമ്മളുടെ മിൽക്ക് ടീത്ത് മാറിയിട്ട് പെർമനൻറ്റ് ടീത്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് ഉണ്ട്. 6 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ താഴത്തെ, അത് മുളയ്ക്കുന്നതിനനുസരിച്ചാണ്, മേളത്തെ പല്ലാണോ താഴത്തെ പല്ലാണോ ആദ്യം മുളച്ചത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളുടെ ഏറ്റവും മുന്നിലുള്ള 2 പല്ലുകൾ പോയിട്ടുണ്ടാവും ഒരു 6-7 വയസ്സാകുമ്പോഴേക്കും. പക്ഷേ എല്ലാ കുട്ടികൾക്കും 6 വയസ്സ്, കുട്ടി ജനുവരി 3 ജനിച്ചത്, അതുകൊണ്ട് അന്ന് തന്നെ കുട്ടിയുടെ പല്ല് പൊഴിയണം എന്നില്ല. ദെയർ വിൽ ബി ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ആ ഒരു 6 to 7 ഇടയിൽ എപ്പോഴെങ്കിലും കുട്ടിയുടെ പല്ലുകൾ പോകാം. അത് മുകളിലത്തെ പല്ലാകാൻ ചില കുട്ടികൾക്ക് ആദ്യം പോകുന്നത്, ചില കുട്ടികൾക്ക് താഴത്തെ പല്ലാകും. അത് മോണയുടെ ബലത്തിനനുസരിച്ച് ഒക്കെ എന്ത് ചെയ്യും, ഇതിന് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു ഡെഫിനറ്റ് സീക്വൻസ് ഉണ്ട്.
പക്ഷേ അതെല്ലാ വ്യക്തികളിലും ഒരുപോലെ ആകണമെന്ന് ഇല്ല. ഈ 2 പോയിൻറ്റുകൾ കൺഫ്യൂസ്ഡ് ആകാതെ ഓർത്തിരിക്കാം. ദെൻ ഇറ്റ് ഈസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഓൾ ഈസ് ന്യൂറൽ കൺട്രോളാണ്. ഗ്ലാൻഡുകൾക്കുള്ള മെസ്സേജ്, അവിടെ നിന്ന് കൊടുക്കുന്ന ഹോർമോൺസ്, അനുസരിച്ച് നടക്കുന്ന സെൽ ഡിവിഷൻസ്, സെല്ലുകളിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, everything. It's very complex process. The growth is very complex process. Then it is definitely influenced by heredity and environment, അല്ലേ? നമ്മളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുടുംബ പാരമ്പര്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് നീളം വയ്ക്കുക, വണ്ണം വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഹെറിഡിറ്റി മാത്രമാണോ? നല്ല പൊക്കവും മണ്ണും നല്ല ആരോഗ്യമൊക്കെ ഉള്ള അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികളാണ്, പക്ഷേ ഒട്ടും ന്യൂട്രീഷൻ കിട്ടുന്നില്ല. അതായത് എൻവയൺമെൻറ്റ് മോശമായിപ്പോയി, കുട്ടിക്ക് കിട്ടിയ എൻവയൺമെൻറ്റ് മോശമായിപ്പോയി, ഫുഡും ന്യൂട്രീഷനും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യില്ല? ഫിസിക്കൽ ഗ്രോത്ത് കുട്ടിക്ക് ഉണ്ടാകില്ല. അപ്പോൾ ഹെറിഡിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രോപ്പറായിട്ടുള്ള എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെൻറ്റ്. അതേപോലെ നമ്മൾ യൂണിഫോം അല്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാം. ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയല്ല വളരുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് വിവിധ റേറ്റ് ഓഫ് ഗ്രോത്താണ് ഉള്ളത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ്? അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഒക്കറിങ് ഇൻ ആൻ ഓർഗാനിസം ആസ് എ ഹോൾ. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമല്ല, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒപ്പം ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള വികാസം, എല്ലാ തരത്തിലുള്ള മാറ്റം, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഗ്രോത്ത് ലൈഫ് ലോങ് പ്രോസസ്സ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഡെവലപ്മെൻറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ലൈഫ് ലോങ് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ആസ് എ ഹോൾ എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഇത് ഫങ്ഷണലാണ്. ഫങ്ഷൻസിലൂടെയാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തെ അറിയുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് എ വൈഡർ ആസ്പെക്റ്റ്. കാരണം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഫിസിക്കലുണ്ട്, ഇമോഷണലുണ്ട്, ഇൻ്റലക്ച്വലുണ്ട്, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആസ്പെക്റ്റുകൾ ചേരുന്നതായതുകൊണ്ട് ദിസ് ഇസ് എ വൈഡർ ആസ്പെക്റ്റ്. ദെൻ ദീസ് ചേഞ്ചസ് it's not often directly observable അല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ it's not often directly measurable and it is functional. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. Then what are the factors influencing development? ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹെറിഡിറ്റി ഫാക്ടേഴ്സ്. നമ്മളുടെ ജീനുകൾ, നമ്മൾ ജനറ്റിക്കായി നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടറാണ് സെക്സ് എന്ന് പറയുന്നത് മെയിലാണോ ഫീമെയിലാണോ അതിനനുസരിച്ച് ഹോർമോൺസിന് ഡിഫറൻസ് ഉണ്ടാവും. ആ ഹോർമോൺസിന് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിനനുസരിച്ച് നമ്മളുടെ ഇമോഷൻസ് ആയാലും നമ്മളുടെ പേഴ്സണാലിറ്റി ആയാലും ഒക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ സെക്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ബിക്കോസ് the sex depends on the functioning of the glands. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലിജൻസ് മാറുന്നതിനനുസരിച്ച്, അതായത് ഹെറിഡിറ്റി ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യപ്പെടും. അത് മാത്രമല്ല, ഹെറിഡിറ്റി ഫാക്ടേഴ്സ് നമ്മളുടെ ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കും. നമ്മളുടെ ജീനുകളാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഓൾമോസ്റ്റ് 90% ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഹെറിഡിറ്റി ഫാക്ടേഴ്സ്, then the sex of the individual, then the functioning of the glandsൻ്റെ ഫങ്ഷനിങ്, ദെൻ ദ മെച്ചുറേഷൻ ഓഫ് ഏതൊരു സ്റ്റേജിലാണ് അതായത് മെച്ചുറേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റ് വേറെ ആയിരിക്കും. മെച്ചുറേഷനിലെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ അറിയാം, നിങ്ങളൊരു 10-12 വയസ്സിൽ ചിന്തിച്ച പോലെയല്ല ഈ ഒരു 22 വയസ്സായപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. യുവർ തോട്ട്സ്, ദ വേ ഓഫ് തിങ്കിങ് ഒക്കെ എന്ത് ചെയ്യാണ്, മാറുകയാണ്. സോ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദെൻ ദ ന്യൂട്രീഷൻ. കാരണം ന്യൂട്രീഷനിൽ നിന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ചിന്തകളെ ആയാൽ പോലും സ്വാധീനിക്കാൻ ന്യൂട്രീഷന് കഴിവുണ്ട്. ഒരു നല്ല ഡയറ്റ്, നല്ല ഒരു ഫുഡ് ഹാബിറ്റ് ആണ്
നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ, കാരണം മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഗ്ലാൻസിൻ്റെ ഫങ്ഷനിങ് ആണ്, അതേപോലെ ന്യൂറോൺസിൻ്റെ ന്യൂറൽ ട്രാൻസ്മിഷൻസ് ഒക്കെയാണ് നമ്മളെ മെൻ്റലി ഹെൽത്തി ആക്കി വെക്കുന്നത് ആൻഡ് കോഗ്നിറ്റീവ്ലി ഹെൽത്തി ആക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്, എപ്പോഴും അസുഖങ്ങൾ വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ അസുഖങ്ങൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി എപ്പോഴും അസുഖം വരുന്ന കുട്ടിയാണ്, അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, വീട്ടുകാരെപ്പോഴും വീടിനുള്ളിൽ തന്നെ ഇരിക്കാനായിട്ട് നിർബന്ധിക്കും. പുറത്ത് മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനോ ഒന്നും അധികം എന്ത് ചെയ്യില്ല, വിടില്ല. അങ്ങനെ വിടാതെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കാം, ഡിസീസസിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വിടാതെ വരുമ്പോൾ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തെ ബാധിക്കുകയാണ്. കുട്ടിക്ക് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസുകളെ ബാധിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുകയാണ്. പുറത്ത് ഓടി നടന്ന എക്സസൈസ് ഇല്ല എന്നുള്ളത് കൊണ്ട് അത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ് ഒരു ഫാക്ടറാണ് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നത്. ദെൻ ഡെഫിനറ്റ്ലി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഓരോ സ്ഥലത്തെയും സംസ്കാരം മാറുന്നതിനനുസരിച്ച് നമുക്കറിയാം ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ആളുടെ ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ ഹില്ലി ഏരിയാസിൽ താമസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ആൾക്കുണ്ടാകുന്ന മസ്കുലാർ സ്ട്രെങ്ത്, കാരണം അവർ നടക്കുന്നത് തന്നെ എന്താണ്, മുകളിലോട്ട് കയറുക, താഴോട്ട് ഇറങ്ങുക. അപ്പോൾ ആ ആളിൻ്റെ കാലിന് കിട്ടുന്ന ഒരു മസ്കുലാർ സ്ട്രെങ്ത് വളരെ നിരപ്പായ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഒരു കാർഷിക സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് മോട്ടോർ സ്കില്ലുകൾ ഒരു ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഒരു കുട്ടി ഒരുപാട് നെയ്ബർഹുഡുണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള നെയ്ബർഹുഡുണ്ട്, ഫ്രണ്ട് സർക്കിളുണ്ട്, അവിടെ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കുഞ്ഞിന് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെൻറ്റ്. ദെൻ ഫാമിലി എങ്ങനെയാണ്, എല്ലാവരുമായി സഹകരിക്കുന്ന ഫാമിലിയാണോ അല്ലയോ, ന്യൂക്ലിയർ ഫാമിലിയാണോ? ന്യൂക്ലിയർ ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റും ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റും തമ്മിൽ ഡെഫിനറ്റ്ലി അതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈവൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ പോലും ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുട്ടിയുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടി ലാംഗ്വേജ് ക്യാച്ചപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ. അപ്പോൾ ഫാമിലി, അതുപോലെ ഫാമിലിയുടെ കൾച്ചർ, ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ആളുടെ ഡെവലപ്മെൻറ്റിനെ, ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അത് പറയാൻ ഒരുപാടുണ്ട്. ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ പേരൻസിൻ്റെ ഒക്കുപേഷൻ, പേരൻസ് കുട്ടിയെ വളർത്തുന്ന രീതി, ചൈൽഡ് റെയറിങ് പ്രാക്ടീസസ്, ഇതെല്ലാം വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടറുകളാണ്. ദെൻ ദ ബർത്ത് ഓർഡർ ഓഫ് ദ ചൈൽഡ്. ഇപ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാവും, ബർത്ത് ഓർഡർ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത്. അതായത് ഒരു മുതിർന്ന കുട്ടിയാണ്, അത് ആദ്യത്തെ കുട്ടിയാണ്, മുതിർന്ന കുട്ടി എന്നല്ല, ആദ്യത്തെ കുട്ടിയാണ്, 2 കുട്ടികളുള്ളതിൽ മൂത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റും രണ്ടാമത്തെ കുട്ടിക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ആദ്യത്തെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ആയിരിക്കില്ല രണ്ടാമത്തെ കുട്ടിക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത, അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത രണ്ടാമത്തെ കുട്ടിക്കാണ്. കാരണം ആ കുട്ടിക്ക് കണ്ടുപഠിക്കാൻ ഏകദേശം സമപ്രായത്തിലുള്ള ഒരു മൂത്ത ആൾ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ബർത്ത് ഓർഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 3 കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നടുക്കലത്തെ കുട്ടിക്ക് ഒരു അരക്ഷിത ഉണ്ടാകുന്നതായിട്ട്, ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബർത്ത് ഓർഡർ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഉണ്ട്. അപ്പോൾ ബർത്ത് ഓർഡർ എന്ന് പറയുന്നതും ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ദെൻ എയർ ആൻഡ് സൺലൈറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശുദ്ധമായ വായുവും അതേപോലെ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതും ഇതും ഡെവലപ്മെൻറ്റിനെ, അതായത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനകത്ത് നമുക്ക് പ്രത്യേകം അറിയാം, നമ്മളുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ കൂടണം എന്നുണ്ടെങ്കിൽ സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് വൈറ്റമിൻ ഡി എടുക്കേണ്ടി വരുന്നത് തന്നെ അവിടെ സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴുള്ള പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള കാരണം പ്രോപ്പറായിട്ട് സൂര്യപ്രകാശം എല്ലാവരും വീട്ടിനകത്താണ് അടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണയുടെ പീരീഡിൽ കഴിവതും പുറത്തേക്ക് പോകേണ്ടുന്ന ആവശ്യങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം തട്ടാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അത് കാരണം
സാധാരണ ഈ മെയ് സമയങ്ങളിൽ ഒരുപാട് സ്കിൻ ഡിസീസസ് ഉണ്ടാകാനുണ്ടായ ഒരു കാര്യമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. സൺലൈറ്റ്, അതായത് 9 മണിക്ക് മുമ്പുള്ള സൺലൈറ്റും 4 മണിക്ക് ശേഷമുള്ള സൺലൈറ്റും അത് നമ്മളുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് 9 മണിക്ക് മുമ്പുള്ള സൺലൈറ്റ്, രാവിലെ 9 മണിക്ക് മുമ്പുള്ള സൺലൈറ്റ് സ്കിന്നിനും അതേപോലെ തന്നെ നമ്മളുടെ ബോൺ സ്ട്രെങ്ത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ പ്രോപ്പർ എയർ എന്ന് പറയുമ്പോൾ വളരെ ശുദ്ധമായ വായു. ഈ കാര്യങ്ങളും നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകമാണ്. അത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ മാത്രമല്ല, നമ്മളുടെ ഓൾ ടുഗദർ ഡെവലപ്മെൻറ്റ്, നമ്മളുടെ ഇമോഷണൽ ബാക്കപ്പ്, ഇതിനെയെല്ലാം സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രോപ്പർ എയർ ആൻഡ് സൺലൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. ഇവിടെ ഞാനൊരു വർക്ക് തരികയാണ്. ഇപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കൂടാതെ ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണ്, ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് യു ഹാവ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും കൂടി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.